നമസ്കാരം. മുഖ്യമന്ത്രി ആരാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെയാണ് മുൻതൂക്കം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ സാധ്യതയും മങ്ങിയിട്ടില്ല. പക്ഷേ വി.ഡി. സതീശൻ ചിത്രത്തിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞുപോയ മട്ടാണ്. അദാനിയുടെ മകനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും എല്ലാം സതീശന് തിരിച്ചടിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സതീശൻ ചിത്രത്തിലില്ല. കെ.സി. വേണുഗോപാലിന് സമസ്ത കാന്തപുരം വിഭാഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അവരിക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണുഗോപാൽ വരുന്നതിൽ തെറ്റില്ല എന്നാണ് കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നിലപാട്. സുന്നി വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് നേതൃത്വം ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുമുണ്ട്. ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ കെ.സി. വേണുഗോപാലിന്റെ നേതൃപാടവം കണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചത്. മുഖ്യമന്ത്രി ആരാകണമെന്ന് 3 പേരും, അതായത് വേണുഗോപാലും ചെന്നിത്തലയും സതീശനും കൂടി ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നും, അല്ലെങ്കിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കട്ടെ എന്നുമാണ് സമസ്തയുടെ നിലപാട്. വി.ഡി. സതീശന് മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ദില്ലിയിലെത്തിയ സതീശന് ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF വലിയ വരവേൽപ്പാണ് നൽകിയത്. മുതിർന്ന നേതാക്കളായ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും പിന്തള്ളിക്കൊണ്ട് സതീശന് ലീഗ് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ഭരണം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. ഇവിടെയാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. MLA-മാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ താൽപ്പര്യവും അറിയിച്ച AICC നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചർച്ചകൾ നടക്കുന്നത്. സതീശന്റെ പേരിൽ അണികൾ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഒരുമിക്കുന്ന ചുവടുകൾ, ഒന്നാകുന്ന രാജ്യം എന്ന മുദ്രാവാക്യമുയർത്തി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ ചുക്കാൻ പിടിച്ചത് കെ.സി. വേണുഗോപാലായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റാണ്. 135 ദിവസങ്ങൾ കൊണ്ട് 4080 കിലോമീറ്റർ ആയിരുന്നു ഭാരത് ജോഡോ യാത്ര. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വേണുഗോപാലിൽ മുഖ്യമന്ത്രിയാകുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന എതിരാളികൾ വാദമുയർത്തുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നേതാക്കൾ മുഖ്യമന്ത്രിയാകുന്നത് ആദ്യമായല്ല എന്ന മറുവാദവും ഉയരുന്നു. 10 കൊല്ലത്തിനു ശേഷം ഭരണം കോൺഗ്രസിലെത്തുമ്പോൾ നയിക്കാൻ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരാൾ വേണമെന്നും വാദമുയരുന്നുണ്ട്. വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും ആഭ്യന്തരവും ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കി വെച്ചിട്ടാണ് പിണറായി വിജയൻ സംഘവും സെക്രട്ടേറിയറ്റിന്റെ പടിയിറങ്ങിയത്. അതൊക്കെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എന്തായാലും കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.